ഹായ് ഗായ്സ്, നമ്മൾ പോളിനോമിയൽ ചാപ്റ്ററിൻ്റെ 10th CBSE പോളിനോമിയൽ ചാപ്റ്ററിൻ്റെ MCQ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് MCQ ചോദ്യങ്ങളുടെ പ്രത്യേകത? MCQ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, എക്സാമിന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഒന്നും യാതൊരുവിധ വാല്യൂ ഇല്ല. നിങ്ങൾ 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ആൻസർ ചെയ്യുമ്പോൾ അതിൽ പകുതി ശരിയായോ മുഴുവൻ ശരിയായോ ഒന്നും നോക്കുന്നില്ല. നിങ്ങൾക്ക് ഫൈനൽ ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ മെത്തേഡിൽ, ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്പുകളുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വളരെ ഫാസ്റ്റായി എങ്ങനെ MCQന് ഉത്തരം കണ്ടെത്താമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ ഈസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം? ഈ തന്നിരിക്കുന്ന പോളിനോമിയലിൽ ഏതാണ് സ്റ്റാൻഡേർഡ് ഫോം? എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? എഴുതുന്നതിൽ ഏറ്റവും വലിയ പവർ ആദ്യം, പിന്നീട് അങ്ങോട്ട് സബ്സീക്വന്റ് ചെറിയ പവറുകളായിരിക്കണം. ഏതെങ്കിലും പവറുകൾ മിസ് ചെയ്താലും കുഴപ്പമില്ല. മിസ് ചെയ്യുകയാണെങ്കിൽ 0 ആ പവർ എന്ന് എഴുതുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പം അത് സാറ്റിസ്ഫൈ ചെയ്തു വരുന്നത് ഇയാൾക്ക് മാത്രമാണ്. അത് സാറ്റിസ്ഫൈ ചെയ്തു വരുന്നത് ഫസ്റ്റ് ഓപ്ഷന് വേണ്ടി മാത്രമാണ്, എ മാത്രമാണ്. ബിയുടെയും സിയുടെയും ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പൊ 1ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ദ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ദാറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ക്യാൻ ഹാവ്. 3 മാക്സിമം 3 പവർ ആയിട്ടുള്ള ഒരു പോളിനോമിയലിന് മാക്സിമം എത്ര, അല്ലെങ്കിൽ 3 ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയലിന് മാക്സിമം എത്ര സീറോസ് ഉണ്ടായിരിക്കും? 3 ഡിഗ്രി എങ്കിൽ മാക്സിമം 3 സീറോസ് ഉണ്ടാവും. ഡിഗ്രി ഓഫ് എ പോളിനോമിയലും നമ്പർ ഓഫ് സീറോസും സെയിം ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഡിഗ്രി 10 പറഞ്ഞാൽ 10 സീറോസ് ഉണ്ടാവും. 10 എണ്ണം ഉണ്ടായിക്കോളും നിർബന്ധമില്ല, മാക്സിമം 10 എണ്ണം ഉണ്ടാവും. ഡിഗ്രി 5 ആണെങ്കിൽ മാക്സിമം 5 എണ്ണം ഉണ്ടാവും. ഡിഗ്രി 2 ആണെങ്കിൽ മാക്സിമം 2 എണ്ണം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഡിഗ്രി 3 ആണ്, അപ്പൊ മാക്സിമം 3 എണ്ണമാണ് നമ്മൾ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ നമ്പർ ഓഫ് സീറോസ് ദാറ്റ് പോളിനോമിയൽ f of x equal to x minus 2 whole square plus 4 can have. അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താണ്? ഇതിന് എത്ര സീറോസ് ഉണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇതിന്റെ ഡിഗ്രി എത്രയെന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കുക? ഒരു പോളിനോമിയൽ ഡിഗ്രി കാണാൻ ആ പോളിനോമിയലിൽ കൊടുത്തിരിക്കുന്ന ടേമുകളുടെ ഏറ്റവും വലിയ പവർ x minus 2 whole square. x minus 2 whole square എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ x സ്ക്വയർ എന്ന് പറയുന്നൊരു ടേം വരും. x സ്ക്വയർ, ആ x സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ പവർ എത്രയാണ്? 2 ആണ്. അതായിരിക്കും അതിലെ ഏറ്റവും വലിയ പവർ, 2 പവർ. അപ്പൊ 2 പവർ ആണ്. 2 പവർ ആയതുകൊണ്ട് ഡിഗ്രി എത്രയാണ്? 2 ആണ്. ഡിഗ്രി 2 ആയതുകൊണ്ട് അതിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ചെറുതായിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, വളരെ ചെറിയ കോൺസെപ്റ്റിലുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ഗ്രാഫ് ഇവിടെ തന്നിട്ടില്ലാണ്ട് ഞാനത് വരച്ചു ചേർക്കുകയാണ്. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ എത്ര സീറോസ് ഉണ്ട് എന്നതാണ് ചോദ്യം. ഒരു ഗ്രാഫ് തന്ന് എത്ര സീറോസ് ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ പോളിനോമിയലിന്റെ ഗ്രാഫിന്റെ എക്സ് ആക്സിസ് ആ ഗ്രാഫിന് എത്ര സ്ഥലത്ത് കൂട്ടിമുട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക, ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. അപ്പൊ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്, മറക്കരുത്, എക്സ് ആക്സിസ് ഇന്റർസെക്ഷൻ എങ്ങനെയാ വായിക്കുക? ഇന്റർസെക്ഷൻ എക്സ് ആക്സിസ്, നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ്. അപ്പൊ ഇന്റർസെക്ഷന്റെ ചിഹ്നമാണ് ഈ കൂട്ടിമുട്ടൽ, ഇന്റർസെക്ട് ചെയ്യുക. അപ്പൊ നമ്പർ ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് എക്സ് ആക്സിസ് 1, 2, 3. അപ്പൊ ഇതിന് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, ഫോർ ദ ഗ്രാഫ് ഓഫ് ദ f of y equal to p of x given below, where p of x is a polynomial, the number of zeros of p of x. p of x ന് എത്ര സീറോസ് ഉണ്ടെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെ വരച്ചിട്ടില്ല. അപ്പൊ ഞാൻ തൽക്കാലം ഒരു ഗ്രാഫ് വരയ്ക്കാം. ആ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്?
ഗ്രാഫ് എങ്ങനെയാണ്? നമ്മൾ ഉത്തരം പ്രകാരം ഒരു സീറോ ഉള്ള ഗ്രാഫാണ്. ഒരു സീറോ ഉള്ള ഗ്രാഫാണെങ്കിൽ നമ്മൾ എക്സ് ആക്സിസിനെ ഒറ്റ സ്ഥലത്തേക്ക് കൂട്ടിമുട്ടാൻ പാടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇത് ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നൊരു ഗ്രാഫാണ്. ഇതിന് ഒരു സീറോയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ പതിയെ നമ്മളിങ്ങനെ ചോദ്യത്തിന്റെ ഡെപ്തിലേക്ക് വരികയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ y ഈക്വൽ ടു ax². ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. നമ്മൾ കുറച്ച് കണ്ടന്റ് ഓർത്തിരിക്കേണ്ട, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു കണ്ടന്റ് നമുക്ക് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു ax² പ്ലസ് bx പ്ലസ് c ഈസ് എൻ ഓപ്പൺ അപ്വേർഡ് പാരബോള. എന്താണ് പാരബോള? പാരബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫുകളൊക്കെ വരച്ചു കഴിഞ്ഞാൽ, അതായത് ക്വാഡ്രാറ്റിക് ഗ്രാഫുകളൊക്കെ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് പാരബോളകളാണ് കിട്ടുക. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ മേലേക്ക്, ഇതിനെയാണ് അപ്വേർഡ് പാരബോള എന്ന പേര് വിളിക്കുക. അതല്ലെങ്കിൽ ഡൗൺവേർഡ് പാരബോള, അങ്ങനെ താഴത്തോട്ട്. ഒന്നില്ലെങ്കിൽ ഈ പാരബോള അല്ലെങ്കിൽ ഈ പാരബോള. ഇതിൽ ഏതെങ്കിലും ഒരു പാരബോള ആയിരിക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് വരച്ച്, ഇതുപോലത്തെ ഒരു ഇക്വേഷന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുക. അതിൽ എയുടെ വാല്യൂ എന്തായാലാണ് ഇത് മേലേക്കും എന്തായാലാണ് ഇത് താഴേക്കും തുറന്നിരിക്കുക എന്നതാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ x² കോയിഫിഷ്യന്റ് ഇങ്ങനെയാണ്. x² കോയിഫിഷ്യന്റ് ഓഫ് x² ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് x² ഈക്വൽ ടു നെഗറ്റീവ് ആവാം. സീറോ ആവില്ല. സീറോ ആയാൽ ക്വാഡ്രാറ്റിക് അല്ലല്ലോ. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് x² പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് x² നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് ഫിഗറും നെഗറ്റീവ് ആണെങ്കിൽ ഡൗൺവേർഡ് ഫിഗറുമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു വെച്ചാൽ മതി. നമ്മൾ ഭയങ്കര പോസിറ്റീവിലാണ്, അപ്പൊ നമ്മൾ ഭയങ്കര അപ്പായിട്ടാണ് ഇരിക്കുക. പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഭയങ്കര അപ്പ് മൂഡിലാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുക. നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ മൂഡിലായിരിക്കും, ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു മൂഡാണ് അതെന്ന് പറയുന്നത് എന്ത്? നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് x² നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, അയ്യോ എന്ന് പറഞ്ഞിരിക്കും. കോയിഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, നമ്മൾ ഭയങ്കര അപ്പായിരിക്കും, എന്ന് പറഞ്ഞ് നല്ല ഹൈപ്പർ മൂഡിലിരിക്കും. അപ്പൊ ആ രീതിയിൽ ആലോചിച്ച് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് x² പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് ഫിഗറും, കോയിഫിഷ്യന്റ് ഓഫ് x² നെഗറ്റീവ് ആണെങ്കിൽ ഡൗൺവേർഡ് ഫിഗറാണ് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് അർത്ഥം. അപ്പൊ ഇതാണ് നമ്മളുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ എന്തുപറ്റി? സ്ലൈഡിന് എന്തോ ഒരു അനുസരണയില്ലായ്മ ഉണ്ടല്ലോ. ഓക്കെ, ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ. എന്താ കോൺസ്റ്റന്റ് പോളിനോമിയൽ? കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിനോമിയൽ കോൺസ്റ്റന്റ് നമ്പർ മാത്രമേ കാണൂ, അതിൽ വേരിയബിൾ ഉണ്ടാവില്ല. പിന്നെ എന്താണ് നോൺ സീറോ എന്ന് പ്രത്യേകം പറഞ്ഞത്? നോൺ സീറോ പോളിനോമിയൽ, സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡിഗ്രി അവൈലബിൾ അല്ല. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. സീറോ പോളിനോമിയലിന് ഡിഗ്രി അവൈലബിൾ അല്ല. അപ്പൊ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ മനസ്സിലാവും. കോൺസ്റ്റന്റ് പോളിനോമിയൽ എക്സാമ്പിൾ ആണ് p of x equal to 3. p of x equal to 3 ഇത് കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. p of x equal to 5 കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. p of x equal to 0 ഇത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇത് എന്തല്ല, ഇത് രണ്ടും നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ഇത് രണ്ടും നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയലും ഇത് സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ഇതിന് ഡിഗ്രി എന്ന് പറയുന്ന സാധനം ഇല്ല. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? ഇതിന്റെ ഡിഗ്രി എത്രയാ? ഇതിന്റെ ഡിഗ്രി 0യാ. അതാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ഡിഗ്രി ഓഫ് എ നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ എത്രയാണ് എന്നുള്ളത് 0 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ചോദ്യം, ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ 7u⁻6 മൈനസ് 3/2u⁴ ബ്ലാ 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 എന്ന് പറഞ്ഞ വലിയൊരു പോളിനോമിയൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഡിഗ്രി എത്രയാണെന്നാണ്. എന്താണ് ഡിഗ്രി? വലിയ പവർ എന്താണോ അതാണ് ഡിഗ്രി. ഇവിടെ വലിയ പവർ എത്രയാണ്? ഇവിടെ പവർ ഇല്ല, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 6. അപ്പൊ ഏറ്റവും വലിയ പവർ 6 ആണ്. അപ്പൊ 6 ആണ് അതിന്റെ പവർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത്
ദ പോളിനോമിയൽ ഹൂസ് ഡിഗ്രീസ് ആർ -5 and 4. ഈ തന്നിരിക്കുന്നതിൽ ഏത് പോളിനോമിയലിനാണ് സീറോസ് -5ഉം 4ഉം വരിക? കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു സാധനം പഠിച്ചു വെക്കാം. ഒരു പോളിനോമിയലിനെ നമ്മൾ ഉണ്ടാക്കുക, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മൾക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ പോളിനോമിയലിനെ ഇങ്ങനെ ഉണ്ടാക്കാം. പോളിനോമിയലിന് നമുക്ക് എന്ത് കളർ? അതൊക്കെ കളറൊന്നും ഒരു ഭംഗിയില്ല. നമുക്ക് വെള്ള കളർ കൊണ്ട് എഴുതാം, അല്ലെങ്കിൽ വേണ്ട മഞ്ഞ കളർ കൊണ്ട് എഴുതാം. മഞ്ഞ കൊണ്ട് എഴുതിയാൽ കാണില്ല അല്ലേ? ഇത് വെള്ള ബോർഡായിപ്പോയി, അപ്പൊ മഞ്ഞ കാണില്ല. എന്നാ കറുപ്പുകൊണ്ട് എഴുതാം. ഓക്കെ. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ പോളിനോമിയൽ ഉണ്ടാക്കുക? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക. x² - സം എക്സ് പ്ലസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് പോളിനോമിയൽ ഉണ്ടാക്കാം. അപ്പൊ ഈ സം എക്സ് എന്താണ്? സം എക്സ് ഏതെങ്കിലും എക്സ് എന്നല്ല കേട്ടോ. എന്തിന്റെ സമ്മാണ്? സം എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് 2 സീറോസ് അവർ തന്നിട്ടുണ്ടാവും, അതിന്റെ സമ്മ് ഇവിടെ ഇട്ട് കൊടുക്കാം. 2 സീറോസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത്ര ചെയ്യേണ്ടുള്ളൂ. വളരെ സിമ്പിൾ ആയ പരിപാടിയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സീറോസ് -5ഉം 4ഉമാണ്. -5ഉം 4ഉം. അപ്പൊ നമ്മള് സമ്മ് കണ്ടുപിടിക്കും. എത്രയാണ് സമ്മ്? -1. പ്രൊഡക്റ്റ് എത്രയാണ്? പ്രൊഡക്റ്റ് -20. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, x² - സം എക്സ്. സം എത്രയാണ്? -1 ആണ്. ശ്രദ്ധിക്കണം, സമ്മ് -1 ആണ്. അപ്പൊ മൈനസിന്റെ അടുത്ത് -1 നമ്മൾ ഇങ്ങനെയാണ് എഴുതാം, -1x പ്ലസ് പ്രൊഡക്റ്റ്. പ്ലസിന്റെ അടുത്ത് നമ്മൾ -20 ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് സിംപ്ലി x² + x -20 എന്ന് പറയുന്ന സാധനമായിട്ട് മാറി. ഓപ്ഷൻ സി ആണ് നമ്മുടെ നല്ല ഭംഗിയുള്ള ആൻസർ. കത്തിയോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോർമുലയാണ്. x² - സം എക്സ് പ്ലസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എന്താണ് നമ്മൾ അടുത്ത സ്ലൈഡ്? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പോയാല്, ഇഫ് 1 സീറോ ഓഫ് ദ പോളിനോമിയൽ, ഒരു പോളിനോമിയൽ 2 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ് എന്നതാണ് ചോദ്യം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കോൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഇഫ് എ ഈസ് എ, എന്താ എഴുത്ത് വരാത്തത്? എഴുത്തെന്താ വരാത്ത? എഴുത്തവിടെ എഴുത്ത്. ഇഫ് എ ഈസ് എ സീറോ, എ ഒരു സീറോ ആണെങ്കിൽ, എ 0 ആണെന്നല്ല, പോളിനോമിയലിന്റെ സീറോ എന്നാണ് പറയുന്നത് കേട്ടാ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇഫ് എ ഈസ് എ സീറോ, then പി ഓഫ് എ ഈക്വൽ ടു 0 എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ NCERT പഠിക്കുന്ന. അപ്പൊ നമ്മളോട് പറയുന്നത് 2 ഈസ് എ സീറോ. അപ്പൊ 2 ഈസ് എ സീറോ. അപ്പൊ പി ഓഫ് 2 എന്താണ്? അത് 0 ആണ്. 2 0 ആണെങ്കിൽ പി ഓഫ് 2 0 ആണ് അല്ലേ? അപ്പൊ പി ഓഫ് 2 0 ആണ്. പി ഓഫ് 2 എന്തായി? പി ഓഫ് 2 നമ്മുടെ പോളിനോമിയലിൽ എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ, ഇതാണ് നമ്മുടെ പോളിനോമിയൽ, അതിൽ എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ 2 കൊടുത്താൽ അതിനെ പി ഓഫ് 2 എന്ന് വിളിക്കേണ്ടത്. അപ്പൊ x² 2² പ്ലസ് 3x 3 × 2 പ്ലസ് k ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ പി ഓഫ് 2ന്റെ വാല്യൂ 0 ആണ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 2² 4 പ്ലസ് 3 × 2 6, ബോർഡ് മാസ് ഒക്കെ ഓർഡർ അറിയാമെന്ന് കരുതുന്നു. 3 × 2 6 പ്ലസ് k ഈക്വൽ ടു 0. 6 + 4 10 + k ഈക്വൽ ടു 0. k ഈക്വൽ ടു -10. അങ്ങനെ നമ്മൾ അൺനോൺ വാല്യൂ ആയ k എന്ന് പറയുന്ന കുട്ടപ്പനെ നമ്മൾ കണ്ടുപിടിച്ചു.
നല്ല കുട്ടപ്പൻ ആൻസർ അല്ലേ? k ഈക്വൽ ടു -10. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതിന്റെ തിയറി എന്ന് പറയുന്നത് പി ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് ഉത്തരം 0 ആണ് എന്നുള്ളതാണ് അതിന്റെ തിയറി. ആ തിയറി ഓർത്തിരിക്കുക. അടുത്തത്, if the zeros of the equation quadratic polynomial x square blah 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 are 2n minus 3, then a യുടെയും b യുടെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്താണ് നമ്മളെ പോളിനോമിയൽ? നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് 1 എക്സ് പ്ലസ് ബി ആണ്. എടുത്തൊന്ന് കട്ടി കൂടിയുണ്ട് അല്ലേ? ഒന്ന് കട്ടി കൂടി കിടക്കട്ടെ. എക്സ് സ്ക്വയർ മൈനസ് എ പ്ലസ് 1 എക്സ് പ്ലസ് ബി ആണ്. അപ്പൊ നമുക്കൊരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 0 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് കരുതുക. ആ പോളിനോമിയലിന് ആൽഫ എന്നും ബീറ്റ എന്നും പേരായ 2 സീറോസ് ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് കട്ടി കൂടിയപ്പോൾ രസമില്ലായിട്ട് അല്ലേ? നമുക്കൊന്ന് കട്ടി കുറച്ച് കളയാം. അയ്യോ, എല്ലാം പോയി. എല്ലാം പോയല്ലോ. പിടിക്കാനാ കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. റെക്കോർഡിങ്ങിലാണ് ആന്തന. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ അടുത്ത പോയി നമ്മൾ അടുത്ത സ്ലൈഡ്. If the zeros of the quadratic polynomial x square blah 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 are 2n minus 3, then a യുടെയും b യുടെയും വാല്യൂ ആണ് ചോദ്യം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട് എന്ന് കരുതുക. ആ പോളിനോമിയലില് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന പോളിനോമിയൽ ആണ്. അതിന് ആൽഫ എന്നും ബീറ്റ എന്നും പേരായ 2 കുട്ടികളുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആൽഫയും ബീറ്റയും ചേർന്നാൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നതിന്റെ ഉത്തരം -b/a യും ആൽഫ ബീറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഉത്തരം c/a യും ആയിരിക്കും എന്നൊരു കുഞ്ഞു റൂള് നമ്മൾ NCERT പഠിച്ചതായിട്ട് നിങ്ങൾ ഓർത്തു ധരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 എക്സ് പ്ലസ് ബി. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്ക് ഇവിടുത്തെ ബി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ബിയും എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എയും ആക്കാം. കാരണം ഈ ചോദ്യത്തിലും ഒരു ബിയും ഒരു എയും ഉണ്ട്, രണ്ടും കൂടി കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ, ഇയാളാണ് ആൽഫ, ഇയാളാണ് ബീറ്റ. ഇവിടെയാണ് എ, ഇവിടെയാണ് ബി, ഇവിടെയാണ് സി. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ 2 + -3 ഈക്വൽ ടു -b/a, അതായത് -a+1/1. അപ്പൊ 2 - 3 അതായത് -1 ഈക്വൽ ടു
മൈനസ് എ മൈനസ് ഓഫ് എ പ്ലസ് 1 മൈനസ് മൈനസ് ക്യാൻസൽ ആയി. അപ്പൊ ബാക്കിയുള്ളത് 1 ഈക്വൽ ടു എ പ്ലസ് 1 അഥവാ എ ഈക്വൽ ടു 0. ഈ എ ഈക്വൽ ടു 0 ആയ ഒരൊറ്റ ചോയ്സ് എവിടെ ഉള്ളൂ. ഇവിടെയാണ് MCQന്റെ ഗുണം എന്ന് പറയുന്നത്. ഇനി ബി കണ്ടുപിടിക്കാൻ മെനക്കെടണ്ട. എ ഈക്വൽ ടു 0 ആയ ഒരു ചോയ്സേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ടിക്ക് ചെയ്തു. ഇനി നിർബന്ധമാണ് നിങ്ങൾക്ക് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആൽഫ ബീറ്റ ഈക്വൽ ടു CBI കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് ബിയും കൂടി കണ്ടുപിടിക്കാം. -6 എന്ന് ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ. അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. നേരത്തെ അതുപോലത്തെ ക്വസ്റ്റ്യൻ, മുന്നത്തെ ക്വസ്റ്റ്യൻ. -3ഉം 4ഉം അതിന്റെ സീറോസ് ആയിട്ട് വരണം. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? സമ്മ് കാണുന്നു അല്ലെ? ഒരു പോളിനോമിയൽ നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക. അത് ഏതാണ്? ഇത് രണ്ടും ഉത്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏതായിരിക്കും പോളിനോമിയൽ എന്നാ. അപ്പൊ അതിന്റെ പോളിനോമിയൽ നമ്മൾ അങ്ങ് ഉണ്ടാക്കി നോക്കിയാൽ മതി അല്ലെ? അല്ലാതെ ഇതിനെല്ലാത്തിനും സോൾവ് ചെയ്തിട്ട് -3 -4 ഉത്തരം വരുന്നത് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 4 സോൾവ് ചെയ്യാൻ നിൽക്കണം. അത് മെനക്കെടാ. അതിനേക്കാൾ നല്ലത് -3ഉം 4ഉം ഉപയോഗിച്ചിട്ട് നമ്മളൊരു പോളിനോമിയൽ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോ സമ്മ് കണ്ടുപിടിച്ചു. സം എന്ന് പറയുന്നത് -3 + 4 1. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -3 × 4 -12. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതി x² മൈനസ് സം x 1x പ്ലസ് പ്രോഡക്റ്റ് -12. അതായത് x² - x -12. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ. ഏതാണ് നമ്മുടെ ഓപ്ഷൻ? x² - x -12 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ കാണാനില്ല. അപ്പൊ നമ്മൾ ഉത്തരം ഇല്ലേ? നമ്മുടെ ഉത്തരം തെറ്റാണോ? എന്നാൽ തെറ്റല്ല. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ അതായത് x² മൈനസ് സം x പ്ലസ് പ്രോഡക്റ്റ് എന്ന കോൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിന്റെ കൂടെ ഇയാള് മാത്രമല്ല, ഇയാളെ ഇൻറ്റു കെ, അതിന് എന്ത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ ആ പോളിനോമിയൽ ഒക്കെയും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടിയ പോളിനോമിയലിനെ സം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അതായത് ഇതിനെ മൊത്തം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10x² - 10x -120 എന്ന് പറഞ്ഞാൽ ഉത്തരാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും സം വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോഴും ഉത്തരവും. കുറെ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും എന്ന അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ ചോയ്സ് നേരിട്ട് നോക്കുന്ന ചോയ്സ് ഒന്നും കാണാനില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു? ഇനിയിപ്പോ ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 x² 2 -x/2 -12 എന്ന് പറയും. -12/2 അതായത് x² 2 -x/2 -6 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കുറച്ച് ട്രിക്കി ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒന്ന് വട്ടം ചുറ്റിച്ച് തീരുമെന്ന് തീരുമാനിച്ചിട്ട് അവരിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ അതിൽ പറഞ്ഞത് x² മൈനസ് സം x പ്ലസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പോളിനോമിയൽ മാത്രമല്ല, വേണമെങ്കിൽ ആ പോളിനോമിയലിനെ ചെറുതാക്കുകയോ വലുതാക്കുകയോ കൂടി ചെയ്യാം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത്, ദ പ്രോഡക്റ്റ് ആൻഡ് സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx + c റെസ്പെക്റ്റീവ്ലി ആർ. അതായത് ഒരു പോളിനോമിയൽ ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് ആ പോളിനോമിയല്? ax² + bx + c എന്ന് പറയുന്ന നമ്മുടെ ജനറൽ ഫോർമാറ്റിൽ തന്നെയുള്ള ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആ പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കുക. സീറോസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രൊഡക്റ്റും സമ്മും വീണ്ടും നമ്മളെ തെറ്റിക്കാൻ വേണ്ടി മാത്രം എഴുതിയിരിക്കുകയാണ്. ആദ്യം പ്രൊഡക്റ്റും പിന്നെ സമ്മും. നമ്മൾ എപ്പോഴും സം ആദ്യം രണ്ടാമത് പ്രൊഡക്റ്റ് പറയാം. അപ്പൊ അവർക്ക് വേണ്ടത് ആദ്യം ആൽഫ ബീറ്റയാണ്, പിന്നെ ആൽഫ പ്ലസ് ബീറ്റയാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഉത്തരം തെറ്റിപ്പോകും. ആ തെറ്റാനുള്ള ചാൻസിനുള്ള ഉത്തരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പ്രൊഡക്റ്റും പിന്നെ സമ്മുമാണ് നമുക്ക് വേണ്ടത്. എന്താ പ്രൊഡക്റ്റ്? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c/a ആണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -b/a ആണ്. ഇതേ ഓർഡറിൽ കിടക്കുന്ന c/a -b/a ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇനി നമ്മളെങ്ങാനും തെറ്റി വായിച്ചാലോ?
മൈനസ് ബി ബൈ എ സി ബൈ എ എന്നാവും. അതുകൂടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ഒരു മാർക്ക് അങ്ങ് പോയി കിട്ടും. അപ്പൊ ശ്രദ്ധിച്ച് വായിക്കണം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ചോദ്യങ്ങൾ വായിക്കാൻ. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ, ഇഫ് ദ സം ഓഫ് ദ സീറോസ് of the quadratic polynomial ax square plus bx plus c equal to 0 അങ്ങനെയാണെങ്കിൽ എന്താണ് കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്താണ് സംഭവം? എന്താ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിന്റെ സം ഓഫ് സീറോസ് എന്താണ്? സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ. അത് എത്രയാണെന്നാണ് അവർ പറയുന്നത്? അവർ പറയുന്നു ഇയാളുടെ സം ഓഫ് ദ സീറോസ് 0ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ 0ആണ്. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ? മൈനസ് ബി ബൈ എ. അപ്പൊ മൈനസ് ബി ബൈ എ എന്ന് പറയുന്ന സാധനം 0ആണ്. അപ്പൊ മൈനസ് ബി ഈക്വൽ ടു 0 ഇൻറ്റു എ ആണ്. അതായത് മൈനസ് ബി ഈക്വൽ ടു 0 ആണ്. അതായത് ബി ഈക്വൽ ടുവും 0 ആണ്. അപ്പൊ ഏതാ നമ്മുടെ ഓപ്ഷൻ ബ്രിട്ടൻ ബി ആണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നമുക്ക് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ഐഡിയ കത്തിയില്ല എന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അത്. അടുത്തത്, ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഇതിന്റെ ഉത്തരങ്ങൾ ആൽഫയും ബീറ്റയും ആണത്രേ. ആയിക്കോട്ടെ, പക്ഷെ ആ കിടത്ത ഒരു ശരിയല്ല. ഈ പോളിനോമിയൽ ഒരു ശരിയായ ഫോർമാറ്റിലല്ല കിടക്കുന്നത്. ആദ്യം ആ പോളിനോമിയലിനെ ഒരു ശരിയായ ഫോർമാറ്റിലാക്കണം. എങ്ങനെയാണ് അത് ശരിയായ ഫോർമാറ്റിൽ അല്ല എന്ന് മനസ്സിലായത്? ഒരു എക്സ് സ്ക്വയറിന്റെ ടേം, ഒരു എക്സിന്റെ ടേം, ഒരു കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്ന ഫോർമാറ്റ് വേണം എടുക്കാൻ. ഇവിടെ ഇപ്പൊ 2 കോൺസ്റ്റന്റ് ടേം ഉണ്ട്, നോക്കി നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് പി മൈനസ് സി എന്ന പോളിനോമിയൽ 2 കോൺസ്റ്റന്റ് ടേം ആയി. അപ്പൊ ഇതിനെ എങ്ങനെയാക്കണം? എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് ഓഫ് പി പ്ലസ് സി എന്ന് എഴുതണം. ഇപ്പോഴാണ് അത് ജനറൽ ഫോർമാറ്റിലേക്ക് മാറിയത്. ഈ ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും സ്കിപ്പ് ചെയ്ത് പോകാറുള്ള ചോദ്യങ്ങളാണ് ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. പക്ഷെ ജനറൽ ഫോർമാറ്റിലേക്ക് മാറ്റാനുള്ള ചോദ്യങ്ങൾ നമ്മുടെ NCERT എക്സൈസിന്റെ തുടക്കത്തിലുണ്ട്. അത് കുറച്ച് ചെയ്തു നോക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് പി പ്ലസ് സി എന്ന് പറയുന്ന പോളിനോമിയലാണ് ഇപ്പൊ നമ്മൾ ഒറിജിനൽ പോളിനോമിയൽ. അതിന്റെ ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ആദ്യം ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂവും ആൽഫ ബീറ്റയുടെ വാല്യൂവും കണ്ടുപിടിക്കാം. പറ്റുന്ന കണ്ടുപിടിക്കാം, എന്നിട്ടല്ലേ ബാക്കി. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ, അതായത് മൈനസ് പി, അതായത് പ്ലസ് പി. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബൈ എ, അതായത് മൈനസ് ഓഫ് പി പ്ലസ് സി. എ ഇവിടെ 1 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ആരെയാണ്? ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ആണ്. ഇനി അത് കാണാനോ ശ്രമം നടത്താം. എന്താണ് ആൽഫ പ്ലസ് 1? ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1. ഞാൻ ആ ബ്രാക്കറ്റ് അങ്ങ് തുറന്നു. ആൽഫ കൊണ്ട് തുറക്കുമ്പോൾ ആൽഫ ബീറ്റ പ്ലസ് ആൽഫ, 1 കൊണ്ട് തുറക്കുമ്പോൾ ബീറ്റ പ്ലസ് 1. അപ്പൊ എനിക്ക് ഇതിന് ഇങ്ങനെ വായിക്കാം, ആൽഫ ബീറ്റ പ്ലസ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1. ആൽഫ ബീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, മൈനസ് ഓഫ് പി പ്ലസ് സി. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് പി. 1ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 1. അപ്പൊ മൈനസ് പി മൈനസ് സി പ്ലസ് പി പ്ലസ് 1. മൈനസ് പിയും പ്ലസ് പിയും ക്യാൻസൽ ആവുന്നു. 1 മൈനസ് സി എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. 1 മൈനസ് സി, മൈനസ് സി പ്ലസ് 1 അഥവാ 1 മൈനസ് സി. ഓപ്ഷൻ ബ്രിട്ടൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മളുടെ ഓപ്ഷൻ എ ആണ് കൊടുത്ത് കാണുന്നത്, പക്ഷെ 1 മൈനസ് സി എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അടുത്തത്, ആൽഫ പ്ലസ് ബീറ്റ ആർ ദ സീറോസ് ഓഫ്. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് അല്ലേ? അല്ല, ഇതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് പ്ലസ് സി. ദെൻ ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0. ദെൻ സി എത്രയാണ് എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ സി എത്രയാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ചെയ്തു നോക്കാം.
എക്സ് സ്ക്വയർ നേരത്തെ പോലെ തന്നെ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് പി പ്ലസ് സി മൈനസ് സി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് ഓഫ് പി പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ ഇതിൽ എയും ബിയും സിയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ വരിക മൈനസ് ബി ബൈ എ അഥവാ പി, ആൽഫ ബീറ്റ വരിക സി ബൈ എ അഥവാ മൈനസ് ഓഫ് പി പ്ലസ് സി. നമ്മളോട് പറയുന്നു ആൽഫ പ്ലസ് വൺ ഇൻറ്റു ബീറ്റ പ്ലസ് വൺ. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ആൽഫ പ്ലസ് വൺ ഇൻറ്റു ബീറ്റ പ്ലസ് വൺ. ആൽഫ പ്ലസ് വൺ ഇൻറ്റു ബീറ്റ പ്ലസ് വൺ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് വൺ ഇൻറ്റു ബീറ്റ പ്ലസ് വൺ എന്ന് പറയുന്നത് ആൽഫ ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് വൺ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് പി, മറ്റേ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പി പ്ലസ് സി. അപ്പൊ നമുക്ക് അതിനെ മൈനസ് ഓഫ് പി പ്ലസ് സി എന്ന് വായിക്കാം. പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പം പി മൈനസ് സി പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിയും പിയും ക്യാൻസൽ ആവും. അപ്പോ സി അപ്പുറത്ത് പോയാൽ 1 ഈക്വൽ ടു സി എന്ന് കിട്ടും. അതായത് സിയുടെ വാല്യൂ 1 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇവിടെ സിയുടെ വാല്യൂ 1 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. പക്ഷെ ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത്. തെറ്റി കൊടുത്താണ് കാര്യമാകേണ്ട. അടുത്തത് 18ാമത്തെ ചോദ്യം. വളരെ കുറച്ച് ചോദ്യങ്ങളും കൂടിയേ ബാക്കിയുള്ളൂ. കുറച്ചും കൂടി ഡിമാൻഡിങ് ആയ കുറച്ചും കൂടി ഡെപ്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹാവിംഗ് സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് സീറോസ് ആസ് 5 and 0 റെസ്പെക്റ്റീവ്ലി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. അത്ര വലിയ സംഭവമൊന്നുമല്ല. അതായത് സമ്മ് പറഞ്ഞിട്ടുണ്ട്. സം എത്രയാണ്? പ്രൊഡക്റ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ റെസ്പെക്റ്റീവ്ലി പറഞ്ഞ കാരണം എഴുതാൻ എളുപ്പത്തിന് സം ആൻഡ് പ്രൊഡക്റ്റ്. അപ്പൊ സമ്മും പ്രൊഡക്റ്റും എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ സെന്റൻസ് വായിക്കുക. ആസ് ഇറ്റ് സീറോസ് ആസ് 5 and 0. അപ്പൊ അതേ ഓർഡറിൽ 5 and 0 എന്ന് എഴുതുക. അതാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇതിന്റെ പോളിനോമിയൽ വരിക എക്സ് സ്ക്വയർ മൈനസ് സം എക്സ്, അതായത് 5x പ്ലസ് പ്രോഡക്റ്റ് അതായത് 0, അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x. ഇങ്ങനെ ഒരു പോളിനോമിയൽ നമ്മുടെ കയ്യിലുണ്ടോ നോക്കുമ്പോൾ നേരിട്ട് കാണാനില്ല. പക്ഷേ ഇതൊന്നൊരു എക്സ് പുറത്തെടുത്താൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് കിട്ടുകയും അത് നമ്മളെ സെക്കൻഡ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഓപ്ഷൻ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ടൈപ്പിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് പറയുന്ന ആൻസർ ആണ് നമ്മുടെ ആൻസർ വരിക. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ 2 + √3 and 2 - √3. കാണുമ്പോൾ എന്തോ വലിയ സംഭവം എന്നൊക്കെ നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടാകും. പക്ഷെ അത്രയൊന്നും പ്രശ്നമില്ല. ആൽഫ എന്ന് പറയുന്നത് 2 + √3 ബീറ്റ എന്ന് പറയുന്നത് 2 - √3 അത്രേ. അതാണല്ലോ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ആവശ്യം ഒരു പോളിനോമിയലിനെ കണ്ടെത്താനാണ്. പോളിനോമിയലിനെ കണ്ടെത്താൻ സമ്മും പ്രൊഡക്റ്റും ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ സമ്മ് കണ്ടുപിടിക്കും. ഇവരെ രണ്ടുപേരുടെയും സമ്മ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 4 എന്ന് കിട്ടും. ഈ √3 - √3 ക്യാൻസലായി അതിന്റെ പാട്ടിന് പോയിണ്ടാവും. ഇനി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റാ 2 + √3 × 2 - √3. നമ്മൾ പണ്ട് ഒരുപാട് തവണ ബൈഹാർട്ട് പഠിച്ച ഒരു ഐഡന്റിറ്റി. a + b × a - b. a² അതായത് 2a² മൈനസ് b² √3യുടെ സ്ക്വയർ. 2a² 4, √3യുടെ സ്ക്വയർ 3, ബാക്കി 1. 4 - 3 1. അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി. നമ്മൾ കാണാൻ പോകുന്ന പോളിനോമിയലിന്റെ സമ്മ് 4ഉം പ്രൊഡക്റ്റ് 1 അപ്പൊ വളരെ എളുപ്പത്തിൽ എഴുതാം. x² മൈനസ് ആര്? സം എക്സ് 4x പ്ലസ് പ്രോഡക്റ്റ് ആരാണ്? പ്രോഡക്റ്റ് 1. ഇതാണ് നമ്മളുടെ പോളിനോമിയൽ. ഇതെവിടെയാണ് ഈ പോളിനോമിയൽ കിടക്കുന്നത്? ഓപ്ഷൻ 1ലാണ് കിടക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം ഇവിടെ ഈക്വൽ ടു 0 ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇക്വേഷൻ ആവുമ്പം നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം ഒരു ഈക്വൽ ടു, പോളിനോമിയൽ ആവുമ്പം ഈ ഈക്വൽ ടു ഉണ്ടാവില്ല.
ഇക്വേഷൻ ആകുമ്പോൾ ഈക്വൽ ടു അതിന്റെ അപ്പുറത്തൊരു സീറോയും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ചേഞ്ച് ഉള്ളത്. ഇത് പാഠം മാറി ഇതിന്റെ ഉള്ളിൽ സ്ലൈഡ് കയറി വന്നതാണ്, എന്നാലും നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അടുത്ത ചോദ്യം, സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 3. അങ്ങനെയാണെങ്കിൽ കെ എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു പോളിനോമിയൽ തരുന്നു. എന്താണ് പോളിനോമിയൽ? 3x² മൈനസ് kx പ്ലസ് 6. 3x² മൈനസ് kx പ്ലസ് 6 ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അതിന്റെ സമ്മിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ആണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്. മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k/3 ആണ്. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. അവര് പറയുന്നു ഗിവൺ എന്താ അവര് പറയുന്നത്? സം എത്രയാണെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്നു സം എന്ന് പറയുന്നത് 3 ആണ്. സം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ k/3 എത്രയാണ്? 3ക്ക് ഈക്വൽ ആണ്. k ആർക്ക് ഈക്വൽ ആണ്? 9ന് ഈക്വൽ ആണ്. നമ്മുടെ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നമ്മുടെ സ്ലൈഡിലും കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു 4-5 ചോദ്യം കൂടിയേ നമുക്ക് ബാക്കിയുള്ളൂ. 21ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ സ്ലൈഡിനൊക്കെ നീങ്ങാനൊരു പ്രയാസം? സ്ലൈഡിന് മടുത്തു തുടങ്ങി എന്നാണ് തോന്നുന്നത് അല്ലേ? സ്ലൈഡിന് ചടയ്ക്കുന്നുണ്ടാവും. സ്ലൈഡ് വേഗം വാ. പോട്ടെ, 23 21. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇഫ് -1 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ, -1 ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതർ സീറോ ആരാണെന്നാണ് ചോദ്യം. അതർ സീറോ, മറ്റേ സീറോനെ കണ്ടുപിടിക്കുക. വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ. ഈ ആൽഫയും ബീറ്റയും ഒക്കെ സീറോസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ആൽഫ, അതിൽ ഒരാളാണ് ആര്? -1. അപ്പൊ ആരാണ് ആ ഒരാള്? പോട്ടെ, ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? മൈനസ് ബി ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/1 അഥവാ 7. അപ്പൊ ഈ ആൽഫയും ബീറ്റയും 2 റൂട്ടുകളാണ്, അല്ലെങ്കിൽ 2 സീറോസ് ആണ്. ആ 2 എണ്ണത്തിൽ ഒരാള് ആരാണ്? ഒരാള് -1. അപ്പൊ -1 ആണ് ആൽഫ എന്ന് വിചാരിക്കുക, മൂത്ത കുട്ടി. -1 പ്ലസ് ബീറ്റ ഈക്വൽ ടു 7. അപ്പൊ ബീറ്റ എത്രയാണ്? 7 + 1 8 എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇതിനിപ്പോ വേണമെങ്കിൽ ഏത് ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. ആൽഫ ബീറ്റ ഈക്വൽ ടു C/A എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒന്നിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഏതിൽ ചെയ്താലും ഒരേ ഉത്തരമാണ് കിട്ടുക. ഓക്കെ, ഇത്രയോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 22. ഒരു 4 ചോദ്യങ്ങളും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഒരു P of X തന്നിട്ടുണ്ട്. ആ P of X ല് സം ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ഈ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയും തന്നിട്ടില്ല. ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ P of X ഈസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്രയാണ് എന്ന് പറയാൻ വിട്ടുപോയി. അപ്പൊ പ്രിന്റിങ്ങിൽ അതിന്റെ വാല്യൂ ഇല്ല. നമുക്ക് അതിപ്പോ പെട്ടെന്ന് ഒരു അസ്യൂം ചെയ്തൊരു വാല്യൂ കൊടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. If alpha comma beta are the zeros of the polynomial x² - 1, then find the value of alpha and beta. ഒന്നുമില്ല, ഈ x² - 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോസിന്റെ പേരാണ് ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റ എത്രയാണെന്ന ചോദ്യം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. x² - 1. എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുക? ഒരു പോളിനോമിയലിന്റെ സീറോസ് കണ്ടുപിടിക്കാൻ ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുന്നത്, ആദ്യം ആ പോളിനോമിയൽ എഴുതുക, എന്നിട്ട് 0 എന്ന് ഇട്ട് കൊടുക്കുക. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് ആൽഫയും ബീറ്റയും, അല്ലെങ്കിൽ അതൊക്കെയാണ് അതിന്റെ സീറോസ്.
അപ്പൊ ഈ എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0നെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നാക്കാം. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു +1 എന്നും -1 എന്ന് കിട്ടും. പല ആളുകളും റൂട്ട് എടുക്കുമ്പോൾ 1 എന്ന് മാത്രം എഴുതി നിർത്താറുണ്ട്. അങ്ങനെ ചെയ്യരുത്. റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് മസ്റ്റ്. അപ്പൊ ആൽഫയും ബീറ്റയും എന്ന് പറയുന്നത് എത്രയാണ്? +1ഉം -1. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. ആൽഫ കോമ ബീറ്റ എന്ന കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ഇതിൽ 1, -1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ വേണമായിരുന്നു. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 1, -1 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ വേണമായിരുന്നു. അല്ലെങ്കിൽ ഈ ചോദ്യം എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ആൽഫ ബീറ്റ എന്ന് വേണമായിരുന്നു. അപ്പൊ നമുക്ക് -1 നമുക്ക് ഓപ്ഷൻ ചെയ്യാം. അപ്പൊ ആ ചോദ്യത്തിലും മിസ്റ്റേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം. അടുത്ത ചോദ്യം 23. If the sum of the zeros of the quadratic polynomial, ഒരു polynomial blah 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 തന്നിട്ടുണ്ട്, is equal to the product. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്, ചോദ്യം ശ്രദ്ധിച്ച് വായിക്കണം, ഈ പോളിനോമിയലിന്റെ സീറോസും ഈ പോളിനോമിയലിന്റെ പ്രൊഡക്റ്റും ഈ പോളിനോമിയലിന്റെ സമ്മും പ്രൊഡക്റ്റും ഈക്വൽ ആണെങ്കിൽ കെ എത്രയാണ്? അപ്പൊ സമ്മും ഈക്വൽ ടു പ്രോഡക്റ്റ്. സം എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ. പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a. എയും എയും ക്യാൻസൽ ആയി. അപ്പൊ -b ഈക്വൽ ടു a അല്ല c. -b ഈക്വൽ ടു c. അപ്പൊ -b വാട്ട് ഈസ് -b? -3 equal to what is c? c equal to 4k. അപ്പോ വാല്യൂ ഓഫ് k is equal to -3/4. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഇവിടെയാണ്. സമ്മും പ്രൊഡക്റ്റും ഈക്വൽ ആണ് എന്നതാണ് കോൺസെപ്റ്റ്. സമ്മും പ്രൊഡക്റ്റും ഈക്വൽ ആണ് എന്നതാണ് കോൺസെപ്റ്റ്. ഓക്കെ. സ്ലൈഡുകൾ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് പോളിനോമിയൽ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 23ഓളം MCQ ചോദ്യങ്ങളാണ്. ഈ MCQ ചോദ്യങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം ഇതിലുള്ള ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. വീഡിയോ കേട്ട് മാത്രം ഇരിക്കരുത്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൽ ഓരോ ചോദ്യം എഴുതിയെടുക്കാതെ നിങ്ങൾ സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. കറക്റ്റ് ആണോ എന്ന് സ്കിപ്പ് അടിച്ച് നോക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഈ സ്ലൈഡിലോ അല്ലെങ്കിൽ ഇനി വരുന്ന നിങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 8943600400 എന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്കൂളും സ്ഥലവും വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ അതാത് സമയത്ത് ക്ലിയർ ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.